എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സമയം മുൻപാണ് തൃശ്ശൂർ സൈഡിലേക്ക് കൊടകരയിലേക്ക് പോകുന്നതായിരിക്കും ഷൈജു എന്ന് പറയുന്ന ഒരു ചേട്ടൻ നമ്മുടെ ചിറങ്ങര മേൽപ്പാലത്തുമ്പോൾ കൂടെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ നോക്കിയതാണ്. ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല, അതിന്മേൽ പല കെണികളുമുണ്ട് എന്നുള്ളത് ഈ പാവം ചേട്ടൻ അറിഞ്ഞിരുന്നില്ല. ആ വാഹനം കൊണ്ട് കയറിപ്പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു കോൺക്രീറ്റ് കൂന പോലൊരു സാധനം നിൽക്കുന്നുണ്ട്. അതുമ്പോൾ വണ്ടി കയറി ആ ചേട്ടൻ വീണു, തലയ്ക്കും കൈകാലുകൾക്കൊക്കെ പരിക്കുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ മുരിങ്ങൂര് മേൽപ്പാലത്തുമ്പോൾ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്തിനാണെന്നറിയോ? അവിടെ കുറേ ഷീറ്റ് ഈ തൃശ്ശൂർ ദിശയിലേക്ക് പോകുമ്പോൾ അടിപ്പാതയുടെ ഒരു വശത്ത് കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇടിച്ച് വീഴാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പല്ലടിച്ച് വീഴാനും നമ്മൾ ഇടിച്ച് വീഴാനും ഇവിടുത്തെ ഭരണാധികാരികളും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള തനി പൊക്കിരിത്തരങ്ങളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടോൾ കൊടുത്ത് നമ്മൾ ടാക്സ് അടച്ച് നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ ദേശീയ പാതകൾ അത് പാതക ചതിക്കുഴികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ പറയുന്ന ഭടായികൾ, ഗുണ്ടുകൾ, അമിട്ടുകൾ പോലുള്ള പച്ചക്കള്ളങ്ങളും നുണകളും വിശ്വസിച്ച് നമ്മൾ വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് പോകരുത്. നമ്മൾ കേട്ടതല്ലേ, മാർച്ചോടുകൂടി എല്ലാം അവസാനിക്കും, ഏപ്രിലോടുകൂടി ചീറിപ്പാഞ്ഞ് പോകാം, അവിടെ അപ്പിടി ഇവിടെ പിടി. ആളുകൾ പല്ലടിച്ച് വീഴുന്നത് യഥാവിധി തുടരുന്നു എന്നല്ലാതെ മറ്റൊരു സംഭവമില്ല. ഭരണാധികാരികൾ എന്ന് പറയുന്ന സംവിധാനം ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭടായി മനുഷ്യനുണ്ട് ഇവിടെ, എന്തെന്നാ പറയുക, ഡൽഹിയിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരഞ്ഞെടുത്ത് പോയിട്ടുള്ളത്. അയാൾ എന്തടപ്പോ ഏതപ്പോ, ആരൊക്കെ പല്ലടിച്ച് വീണാലും എന്തടപ്പ ഏതപ്പോ ഒന്നും പറയാനില്ല. ആര് അനുവാദം കൊടുത്തതാണ് ഈ നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഈ മേൽപ്പാലത്തുമൂടെ വാഹനങ്ങൾ കയറ്റിവിടാൻ? എന്നാൽ വാഹനങ്ങൾ കയറ്റിവിടുന്നുണ്ട്, അവിടെയൊക്കെ നിർത്തേണ്ട സംഭവങ്ങൾ ആരൊക്കെയാണ്? എന്ത് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്? ഇതുപോലെ ആളുകളെ പല്ലടിച്ച് വീഴാനായിട്ടല്ല ഈ നിർത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ പോലീസ് സംവിധാനങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടാക്കുമെന്നൊക്കെയാണ് നമുക്ക് തന്ന റിപ്പോർട്ട്. എന്താണ് ഉണ്ടാക്കുന്നത്? ചാലക്കുടി പാലത്തിൻ്റെ അവിടെ ആ ബ്ലോക്ക് വന്നതോടുകൂടി, പഴയ പാലം അടച്ചിട്ടോടുകൂടി വരുന്ന രൂക്ഷമായിട്ടുള്ള ബ്ലോക്ക്, അവിടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പോലീസ് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ടെന്നല്ലാതെ ഈ അടിപ്പാതയുടെ കൂടെയൊക്കെ പോരുന്ന സമയത്ത് അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ഇതുപോലെ പല്ലടിച്ച് വീഴ്ത്തി, തലയടിച്ച് വീഴ്ത്തി, അവരുടെ ശരീരഭാഗങ്ങൾക്ക് അംഗഭംഗം വരുത്താൻ വേണ്ടി വരുത്തി വെച്ചിട്ടുള്ള ചതിക്കുഴികളിലേക്ക് എന്തിനെൻ്റെ ഭരണാധികാരികളെ ഇതുപോലെ വാഹനങ്ങൾ കയറ്റിവിടുന്നു? ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ കണ്ട നിങ്ങൾ കാഴ്ച, ഒരു ചേട്ടൻ, ഒരു വീടെത്തേണ്ട ചേട്ടനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ മുരിങ്ങൂർ അടിപ്പാതയുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ദിശയിൽ കുറേ ഷീറ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അതും നമ്മളെപ്പോലുള്ള ആളുകളെ പല്ലടിച്ച് വീഴ്ത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് നമ്മളുടെ ചോര കാണണം. പാതകളിൽ നമ്മളുടെ ചോര, പച്ചമണമുള്ള നമ്മുടെ ചോര ഈ പാതകളിലൂടെ ഒഴുകുന്നത് കണ്ട് രസിക്കാനിരിക്കുന്നവരാണ് ഇവിടുത്തെ ഈ പറയുന്ന സംവിധാനങ്ങൾ. അല്ലെങ്കിൽ വല്ലവരും ചെയ്യോ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ? നിർമ്മാണം പൂർത്തീകരിക്കാത്ത മേൽപ്പാലങ്ങളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നു. ഇതിക്ക് മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുരുക്കുകളിൽ തട്ടി വീഴുകയാണ്. അതാണ് കൊടകരയിലെ ഷൈജു ചേട്ടനെന്ന് പറ്റിയത്. ഇന്ന് മറ്റ് ചില വാഹനങ്ങൾ അവിടെ കൂട്ടിമുട്ടാൻ പോയി. അതെന്താ സംഭവം? തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു അങ്കലാപ്പാണ്. കുറേ പേർ സർവീസ് റോഡ് കൂടെ പോകുന്നു, കുറേ പേർ മുകളിൽ കൂടെ പോകുന്നു. ഈ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇത് രണ്ടും കൂടി അവിടെ ചിലപ്പോൾ ഒരു തടസ്സം വരും. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ടോസ് ഇടേണ്ടി വരും. അങ്ങനത്തെ ചതിക്കുഴികളായിട്ട് ഈ മേൽപ്പാതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവർ, ഇത് ആരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയില്ല. ഈ നിർമ്മാണം പൂർത്തീകരിക്കാതെ വിടുന്ന ഈ മേൽപ്പാലങ്ങളിന്മേലുള്ള ചതികൾ, അത് ഈ ഷീറ്റ് കൂട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ കൂനകൾ പൊന്തിയിരിക്കുന്നതും വെറുതെ ഒരു കോരി വെച്ച് തട്ടിക്കളയാവുന്ന കേസുള്ളൂ. പക്ഷേ അവിടെ കിടക്കും ആ സാധനം. ഇമാതിരി ചതിക്കുഴികൾ ഈ മേൽപ്പാലത്തുമേലുണ്ട്. നിങ്ങൾ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. ടയർ വരെ കീറിപ്പോകാവുന്ന സംഗതികളുണ്ടാവും. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കിടക്കേണ്ടെന്ന് ആർക്കറിയാം? ഇതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഒരാൾ നിയന്ത്രിക്കാനും ഇല്ലാത്തൊരു ദയനീയമായ സ്ഥിതിയാണ് ദേശീയപാത 544 വടക്ക് നിന്നും തെക്കോട്ടും, തെക്ക് നിന്ന് വടക്കോട്ടും പോകുമ്പോൾ ഇപ്പോൾ യാത്രികർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി പാലവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ബ്ലോക്കും. മറ്റു വഴികൾ തിരഞ്ഞെടുക്കുക, അത് അതിനേക്കാൾ വലിയ കീറാമുട്ടി പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഇനി പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.